ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ലൈവിൽ സംഭവിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെയിൽ കോമണർ ആയിട്ട് ഹൗസിനുള്ളിൽ എൻ്റർ ചെയ്തിരിക്കുന്ന അനീഷിന്റെ ഗെയിം പ്ലാനെ പറ്റിയാണ്. അതെ, ചൊറിച്ചിൽ ഗെയിം പ്ലാൻ ആണ് അനീഷിന്റേത്. ചൊറിഞ്ഞ് ഒറ്റപ്പെടുക എന്ന സ്ട്രാറ്റജിയാണ് കറന്റ് അനീഷ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ പയറ്റി വിജയിച്ച ഒരു തന്ത്രം തന്നെയാണല്ലോ ചൊറിച്ചിൽ ആൻഡ് ഒറ്റപ്പെടൽ. അപ്പൊ അനീഷിന്റെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ തരും. മിണ്ടാതിരിക്കുന്നവരെ കൂടെ ഒന്ന് പ്രകോപിപ്പിച്ച് ദേഷ്യപ്പെടുത്തി അവിടെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരിക്കും. കൂടുതൽ ചൊറിഞ്ഞാൽ രതീഷിന്റെ അനുഭവമാകുമോ എന്നുള്ളൊരു ഭയവുമുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകർ ക്ഷമയോടെ ഇത് നോക്കി കാണണം. കാരണം ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകളെ എടുത്തു കളഞ്ഞാൽ പിന്നീട് കണ്ടന്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അനീഷാണ് ആദ്യം ഹൗസിനുള്ളിൽ കയറിയ പാടെ ഇത് എന്റെ ഹൗസാണ്, ഞാനാണ് ആദ്യം കയറിയത് എന്നൊക്കെ ഉള്ള വീരവാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനുശേഷം അനുമോൾ ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അനുമോളെ അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നു. അനുമോളെ സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിലൊക്കെ കാണുമ്പോൾ, സ്ക്രീനിൽ കാണുമ്പോൾ അനുമോളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യശ്രീ ആയിട്ടാണ് തോന്നുന്നതെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഇതൊക്കെ അനീഷിന്റെ ചൊറിച്ചിൽ സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ അനുമോൾ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അതിനുശേഷം ആദ്യം ഹൗസിനുള്ളിൽ കയറിയ വ്യക്തിയാണ്. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള അണ്ടർസ്റ്റാൻഡിനെ ഒന്നും എനിക്ക് സൗകര്യമില്ല ആരെയും പോയി പരിചയപ്പെടാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് അനീഷ് നിന്നത്. അതുകൊണ്ട് തന്നെ വന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ദൂരെ നിന്നും ആരാ എന്നൊക്കെയുള്ള രീതി നോക്കുന്നുണ്ട്. വന്ന കണ്ടസ്റ്റൻസ് അനീഷിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ വരുമ്പോൾ ചെല്ലുന്നും ഉണ്ടായിരുന്നില്ല. ഹൗസിനുള്ളിലൊക്കെ ഇങ്ങനെ പറന്ന് നടന്നിട്ടും അനീഷ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഡ് പോലും പിടിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം വന്ന അനുമോളൊക്കെ ഇഷ്ടമുള്ള ബെഡൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. 5 വർഷമായി ബിഗ് ബോസിൽ കയറാൻ കഷ്ടപ്പെടുന്ന അനീഷിന് അറിയാം ബെഡൊക്കെ വന്ന ഉടനെ തന്നെ ആളുകൾ എടുക്കാറുണ്ടെന്ന്. എന്നാൽ രാത്രി ആയപ്പോൾ പതിവ് പോലെ അനീഷ് എനിക്ക് ബെഡ് കിട്ടിയില്ല, ഈ ബെഡ് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് അതിന്റെ ചൊറിച്ചിൽ സ്ട്രാറ്റജി പതുക്കെ പുറത്തെടുത്ത് തുടങ്ങിയതാണ്. വന്നപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ, രാവിലെ തന്നെ ടാസ്ക് വായിക്കുന്നതിന്റെ ഭാഗമായി ആര്യനും മലയാളം വായിക്കാൻ വലിയ വശമില്ലാത്തതുകൊണ്ട് തന്നെ ചില മുറി മലയാളം പോലെ വായിച്ചു. അതിനെ തുടർന്ന് മലയാളം അറിയാത്തവർ എന്തിന് ബിഗ് ബോസിൽ വന്നു, മലയാളം അറിയാത്തവർ എന്തിന് ബിഗ് ബോസിൽ വന്നു എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ ശബ്ദം റേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള അഭിശ്രീയും അപ്പാനി ശരത്തും ഒക്കെ ഏറ്റുപിടിച്ച് അളിയ വിടളിയ പോട്ട്, ബിഗ് ബോസ് ഇവരെയൊക്കെ എടുത്തതിന് ഒരു റീസൺ ഉണ്ടാവില്ലേ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അക്ബർ ഖാൻ ഉൾപ്പെടെ. പക്ഷെ ഇല്ല, മലയാളം അറിയാത്തവർ എന്തിന് ബിഗ് ബോസിൽ വന്നു എന്ന് ചോദിച്ചു വല്ലാണ്ട് അങ്ങനെ ചൊറിയുന്നുണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ പ്രവോക്ക് ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒറ്റയ്ക്ക് പോയിരിക്കുന്നു, ആരോടും സംസാരിക്കുന്നില്ല. ആര്യൻ ചെന്ന് സോറി പറഞ്ഞു. ചേട്ടാ ശരിയാണ്, എന്തിനാണ് ആര്യൻ സോറി പറഞ്ഞതെന്ന് അറിയില്ല, ചിലപ്പോൾ ഒരു മര്യാദയുടെ പുറത്തായിരിക്കും. എങ്കിലും ആ സോറി പോലും അക്സെപ്റ്റ് ചെയ്യാനും ആരോടും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്ന പുള്ളിക്ക് വീണ്ടും ഡയലോഗ്സ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. കാരണം അനീഷ് നന്നായി സംസാരിക്കുന്ന ആളാണ്. മലയാളം അറിയാത്തവർ ബിഗ് ബോസ് അല്ലേ സെലക്ട് ചെയ്തത്, അപ്പം അത് അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും അനീഷ് ആ കിട്ടിയ കച്ചുതുരുമ്പ് നല്ലോണം പ്രയോഗിച്ചു. മലയാളം അറിയാത്തവർ എന്തിന് ബിഗ് ബോസിൽ വന്നു എന്ന് മാറി ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം എല്ലാ കണ്ടസ്റ്റൻസും മാറിയെന്ന് അനീഷിനെ പറ്റി ചെറുതായിട്ട് പറയുന്നുണ്ടായിരുന്നു. പരദൂഷണം ആവാനും പാടില്ല, പരദൂഷണം കാർഡ് ഇറക്കാനും പാടില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഒരു ഇഷ്ടക്കേട് പൊതുവെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്തവരുടെ മുകളിൽ, അതായത് ഫേസിൽ ഫോം വെക്കുക എന്ന് പറഞ്ഞ ടാസ്ക് വന്നു. എല്ലാവരുടെയും ഇഷ്ടക്കേട് കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷം അനീഷിന്റെ മുഖത്ത് തന്നെയാണ് തേച്ചത്. ശരിക്കും അനീഷിന്റെ ടാസ്ക് അവിടെ വിജയിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ചൊറിച്ചിൽ സ്ട്രാറ്റജി അവിടെ വിജയിച്ചു തന്നെയാണ്. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഗെയിം ഒന്നും മനസ്സിലായില്ലേ, ഏഴിന്റെ പടയൊന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ബിഗ് ബോസ് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഫോം തേച്ചിട്ടുള്ള, അതായത് ക്യാപ്റ്റൻ ആവാൻ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് കണ്ടസ്റ്റൻസിൽ ഭൂരിഭാഗം ആളുകളും സംസാരിച്ച അനീഷ് തന്നെയാണ് അടുത്ത ക്യാപ്റ്റൻ. അതുകൊണ്ട് എന്താ, ഒരാഴ്ചക്കാലം അനീഷ് എലിമിനേഷനിൽ വരില്ല, നോമിനേഷനിൽ അനീഷ് ഉണ്ടാവില്ല. അതൊരു സേഫ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത്. അനീഷിന്റെ ചൊറിച്ചൽ ഗെയിം കൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള സേഫ് സോൺ ആണിത്. എന്നിരുന്നാലും കണ്ടസ്റ്റൻസ് എല്ലാവരും ചമ്മിയിട്ടുണ്ട്. പക്ഷെ ചമ്മൽ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഒനിൽ സാബുവും അപ്പായ ശരത്തും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മനഃപൂർവ്വമാണ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത്. കാരണം അനീഷ് ഉണ്ടെങ്കിൽ എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്യും, അനീഷ് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഹൈലൈറ്റ് ആവും, നമ്മൾ അതിന് അവസരം കൊടുക്കാത്ത നമ്മുടെ ബുദ്ധിപരമായ നീക്കമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ഇത് അവർക്ക് പറ്റിയ മണ്ടത്തരമാണെന്ന് ലൈവ് കാണുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാവുന്നതാണ്. അങ്ങനെ അനീഷ് പതുക്കെ എല്ലാവരും ചൊറിയുന്നുണ്ട്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്ന സമയത്ത് കട്ടോർമൻ ചേട്ടാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ റെന ഫാത്തിമ പുറകെ നടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഗെയിം പ്ലാനോട് കൂടി തന്നെയാണ് റെന ഫാത്തിമ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും പുറകെ നടന്ന് പല കണ്ടസ്റ്റൻസും അനീഷിന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആളിപ്പോ ഒരു ന്യൂട്രൽ ഫോം പിടിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും മിണ്ടണം, ഒറ്റപ്പെട്ടിരിക്കാനും പറ്റില്ല.
അപ്പോൾ വരും ദിവസങ്ങളിൽ അനീഷിന്റെ സ്ട്രാറ്റജി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നതായിരിക്കും. പ്രേക്ഷകരെ ചിലരെയൊക്കെ അത്യാവശ്യം ചൊടിപ്പിച്ചിട്ടുണ്ട്. ചൊറിച്ചിൽ ഗെയിം ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകരുള്ള മലയാളി ഓഡിയൻസിൽ ഭൂരിഭാഗം ആളുകൾക്കും ചൊറിച്ചിൽ ഗെയിം വലുതായി ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വെറുപ്പിക്കുന്നു എന്നൊരു കമന്റ്സും അനീഷിന് പൊതുവെ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും അനീഷിന്റെ സ്ട്രാറ്റജി ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായി തീർക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സ്ട്രാറ്റജി തന്നെ പോകുമ്പോൾ അത് കഴിഞ്ഞ് മറ്റൊരു സ്ട്രാറ്റജി പിടിക്കുമോ എന്നൊക്കെ കണ്ടിരുന്ന് കാണാം.